ബി.ജെ.പിയുടെ കണക്കുകളിൽ 3 ഗോൾഡൻ സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു. അതിലൊന്നാണ് കെ സുരേന്ദ്രൻ, മറ്റൊന്ന് കുമ്മനം രാജശേഖരൻ, മറ്റൊരാൾ സുരേഷ് ഗോപി. ഈ 3 പേരും സ്വാഭാവികമായിട്ടും ബി.ജെ.പിയുടെ ഒരു തുറുപ്പ് ചീട്ട് തന്നെയായിരുന്നു. 3 പേർക്കും പ്രത്യേകമായിട്ടുള്ള ഒരു തരംഗം സൃഷ്ടിച്ചെടുക്കാൻ അവരുടെ മണ്ഡലങ്ങളിൽ സാധിച്ചിട്ടുണ്ട് എന്ന വിലയിരുത്തലായിരുന്നു ബി.ജെ.പിക്കുണ്ടായിരുന്നത്. സംസ്ഥാന നേതൃത്വം ഈ വിഷയം ദേശീയ നേതൃത്വത്തെ അറിയിച്ചിട്ടുമുണ്ടായിരുന്നു. തൃശ്ശൂരിലും പത്തനംതിട്ടയിലും തിരുവനന്തപുരത്തും ഒരു തരംഗം സൃഷ്ടിച്ച് വോട്ടുകൾ നേടി വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷകൾക്ക് തിരിച്ചടി ലഭിച്ചതെവിടെ? സുരേഷ് ഗോപിയുടെ കാര്യം എടുത്തു പറഞ്ഞാൽ ഒറ്റ കാര്യമേ ഉള്ളൂ, അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തിലെ ചില വാക്കുകൾ. ആ വാക്കുകൾ ചെറുതായൊന്നുമല്ല പൊതുജനങ്ങളെ വേട്ടയാടിയിട്ടുള്ളത്. നരേന്ദ്രമോദി നോട്ട് നിരോധനത്തിൻ്റെ സമയത്ത് പൊതുജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ, ആ വാഗ്ദാനങ്ങളെ അന്ധമായി ന്യായീകരിച്ച് പൊതുജനങ്ങളെ വിഡ്ഢിയാക്കുന്ന രീതിയിലുള്ള ഒരു പ്രസംഗമുണ്ടായിരുന്നു സുരേഷ് ഗോപിയുടേത്. ആ പ്രസംഗത്തിലെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: നരേന്ദ്രമോദി നിങ്ങളുടെ അണ്ണാക്കിലേക്ക് പണം നൽകുമെന്ന്, അണ്ണാക്കിലേക്ക് പണം തിരികെ കയറ്റുമെന്ന് നിങ്ങൾ വിചാരിച്ചോ എന്നായിരുന്നു സുരേഷ് ഗോപി പരസ്യമായി ചോദിച്ചത്. ആരായിരുന്നു നോട്ട് നിരോധനത്തിന് ശേഷം നരേന്ദ്രമോദിയെ വിമർശിച്ചത്? നിങ്ങളുടെ പാർട്ടിക്കകത്ത് നിന്നുള്ളവർ പോലും നോട്ട് നിരോധനം ഒരു പരാജയമായിരുന്നു എന്നുള്ളത് പരസ്യമായി ചിലയിടങ്ങളിൽ സമ്മതിച്ചവരുമുണ്ട്, രഹസ്യമായി സമ്മതിക്കുന്നവരുമുണ്ട്. സാമ്പത്തിക തകർച്ചയെ കൃത്യമായി മാനിക്കുന്നവരും നിങ്ങളുടെ പാർട്ടിക്കകത്ത് തന്നെയുണ്ട്. ആ കണക്കിന് നോക്കിയാൽ സുരേഷ് ഗോപിയുടെ വിഷയം എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ കാര്യമേ പറയാനുള്ളൂ: നിങ്ങൾ അണ്ണാക്കിലേക്ക് തിരികെ കയറ്റി തരുമെന്ന് ചോദിച്ചത് പൊതുജനങ്ങളോടാണ്. തൃശ്ശൂരുകാർ വിദ്യാസമ്പന്നരും വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകൾ എടുക്കാൻ പ്രാപ്തരായിട്ടുള്ളവരുമായതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു മറുപടി അവർ നൽകുകയുണ്ടായി. ആരാണ് നിങ്ങൾ? ചില സൽക്കർമ്മങ്ങളിലൂടെ അല്ലെങ്കിൽ ചില പ്രവർത്തനങ്ങളിലൂടെ പൊതുജനങ്ങളുടെ കയ്യടി നിങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ രാഷ്ട്രീയ തീരുമാനങ്ങൾ എന്തുകൊണ്ടും പൊതുസമൂഹത്തിന് നിരക്കാത്തതായി മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് നിങ്ങൾക്കിന്ന് പൊതുസമൂഹത്തെ പച്ചയായി ഒന്ന് നേരിടാൻ പോലും കഴിയാതെ വരുന്നത്. കാരണം ആ രീതിയിലുള്ള പ്രചരണങ്ങളായിരുന്നു നിങ്ങൾ നടത്തിയിട്ടുള്ളത്. നിങ്ങളുടെ ദൃശ്യങ്ങളൊക്കെ നിങ്ങളൊന്ന് എടുത്തു നോക്കൂ. നിങ്ങൾ എങ്ങനെയായിരുന്നു എന്നുള്ളത്, തിരഞ്ഞെടുപ്പ് സമയത്ത് സുരേഷ് ഗോപി എങ്ങനെയായിരുന്നു എന്നുള്ളത് പൊതുസമൂഹത്തിന് മനസ്സിലായതുപോലെ നിങ്ങൾക്കും ഒന്ന് മനസ്സിലാവട്ടെ. നിങ്ങൾ കാണിച്ചു കൂട്ടിയ കോപ്രായത്തരങ്ങൾ, അതായത് അവസാന സമയത്ത് കൊട്ടിക്കലാശത്തിൻ്റെ സമയത്തൊക്കെ നിങ്ങൾ കാണിച്ചു കൂട്ടിയ വികൃതികൾ എന്ന് വേണം പറയാൻ. ഒരു കുട്ടിയിൽ നിന്നും വരുന്ന വികൃതികൾ എന്നതുപോലെ സുരേഷ് ഗോപിയിൽ നിന്നും പുറത്തു വന്നിട്ടുള്ള വികൃതികൾ, തോന്നിവാസങ്ങൾ, ഇതൊക്കെ പൊതുവെ ചർച്ചയാക്കപ്പെട്ട ഒരു വിഷയമാണ്. അതൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യണോ വേണ്ടയോ എന്ന് പൊതുസമൂഹം തീരുമാനിച്ചത്. അന്ധമായി മോദിയെ ന്യായീകരിക്കുന്ന ഒരാൾ നാളുകളിൽ ഒരു വിപത്ത് മോദിയിൽ നിന്നും പൊതുജനങ്ങൾക്ക് നേരിടേണ്ടി വന്നു കഴിഞ്ഞാൽ അതിനെയും അന്ധമായി ന്യായീകരിക്കില്ല എന്ന് ആര് കണ്ടു എന്ന് പൊതുജനം വിചാരിച്ചു കാണും. അതായിരുന്നു തിരഞ്ഞെടുപ്പ് സമയത്ത് പൊതുജനം നിങ്ങൾക്ക് നൽകിയ മറുപടി. ഇനിയുമുണ്ട് കുമ്മനം രാജശേഖരൻ. പ്രതീക്ഷകളോടുകൂടി ഗവർണർ സ്ഥാനം രാജിവെച്ച് തിരുവനന്തപുരത്തെ മണ്ണിലേക്കെത്തിയ കുമ്മനം രാജശേഖരൻ ഒടുവിൽ ഒന്നുമല്ലാതെയായി പോയി. 2014 തരൂരിന് ലഭിച്ച ഭൂരിപക്ഷത്തെക്കാളും ഇപ്രാവശ്യം തരൂരിന് ഭൂരിപക്ഷം നേടാനുള്ള കാരണവും കുമ്മനം ഉണ്ടാക്കിക്കൊടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. നിലയ്ക്കലിലെ കലാപത്തിന് പിന്നിൽ കുമ്മനമാണ് എന്നാണ് പൊതുവെ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടുണ്ടായിരുന്ന ഒരു സത്യം. മാറാട് കലാപത്തിലും കുമ്മനത്തിന്റെ കൈകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു സത്യം. അങ്ങനെ കുമ്മനം രാജശേഖരൻ പത്രസമ്മേളനം വിളിച്ച് ഈ കാര്യങ്ങൾ തുറന്നു പറയുകയുണ്ടായി. അതായത് മാറാട് കലാപത്തിലും നിലയ്ക്കലിൽ നടന്ന കലാപത്തിലുമൊന്നും തനിക്കൊരു റോളുമില്ല എന്ന് പരസ്യമായി വിളിച്ചു പറയേണ്ട ഒരവസ്ഥയിലേക്ക് കുമ്മനം രാജശേഖരന് എത്തേണ്ടി വന്നു. സംഘപരിവാർ കഠിനമായി പ്രയത്നിച്ചു. RSSകാർ വീടാന്തരം കയറി കുമ്മനത്തിന് വേണ്ടി പ്രവർത്തിച്ചു. പക്ഷേ ഒന്നും നേടാൻ സാധിച്ചില്ല. പൊതുജനത്തിന്, തിരുവനന്തപുരത്തെ പൊതുജനത്തിന് ഒരു പൊതുവികാരമുണ്ടായിരുന്നു. നരേന്ദ്രമോദി സർക്കാർ രാജ്യത്ത് കൊണ്ടുവന്നിട്ടുള്ള നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ നോട്ട് നിരോധനം പോലെയുള്ള സാമ്പത്തിക തകർച്ചയ്ക്കുണ്ടാക്കിയ കാരണങ്ങൾ പൊതുജനത്തിന്
ഒരു മോദിക്കെതിരെയുള്ള വികാരത്തിന് ഇടയാക്കി മാറ്റാൻ കാരണമായി. ആ മോദിക്കെതിരെയുള്ള വികാരമാണ് തിരുവനന്തപുരത്ത് കത്തിജ്വലിച്ചത്. അവിടെ കുമ്മനത്തിന്റെ ശബരിമലക്കൊന്നും വലിയ സ്വാധീനം ചെലുത്താൻ സാധിച്ചിട്ടില്ല. എത്രത്തോളം വലിയ ഭൂരിപക്ഷത്തിലാണ് തരൂർ അവിടെ ജയിച്ചു കയറിയത്? തരൂർ അവിടെ ഒറ്റയാൻ പോരാട്ടം കാഴ്ചവെച്ചു എന്ന് വേണമെങ്കിൽ പോലും നമുക്ക് പറയാനുള്ള സാഹചര്യമുണ്ടായിരുന്നു. അങ്ങനെയുള്ള കുമ്മനവും സുരേഷ് ഗോപിയും ഇപ്പോൾ നിലവിൽ വലിയ സാഹചര്യങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ഒരുപക്ഷെ പൊതുസമൂഹത്തിനിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പോലും പറ്റാത്ത സാഹചര്യങ്ങളാണ് അവരെ നിലവിൽ ഇപ്പോൾ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.